ഒരു അനുഭവ സാക്ഷ്യം ഞാനിവിടെ പങ്കുവയ്ക്കുന്നു. ഒരു 8 കൊല്ലം മുൻപ് ഒരിക്കൽ ഞാനും എൻ്റെ ഹസ്ബൻഡ് കൂടി ഒരു ധ്യാനം കൂടാൻ പോയി. ഗാഗുൽത്തായിലെ ധ്യാന കേന്ദ്രത്തിലെ ധ്യാനം നയിച്ചിരുന്നത് അവിടുത്തെ ഡയറക്ടറായ ബെന്നിച്ചനാണ്. ധ്യാനത്തിൽ ക്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, കുർബാന ചെല്ലില്, അങ്ങനെ എല്ലാം. ധ്യാനം കഴിഞ്ഞ് ലാസ്റ്റ് ദിവസം കൗൺസിലിങ്ങിൻ്റെയൊക്കെ ദിവസത്തിൽ എനിക്ക് ബെന്നിച്ചനെ കാണാൻ സാധിച്ചു. അപ്പോൾ ബെന്നിച്ചൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു. അതായത് അവിടെ ഈ ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിൽ അവിടെ ഒരു സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്, പാട്ടൊക്കെ പിടിക്കണത് എന്തോ സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ പോയിട്ട് അവരോട് പറഞ്ഞാൽ മതി, അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് അവിടെ സ്റ്റുഡിയോയിൽ പോയിട്ട് പാടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനെക്കുറിച്ച് എന്താ ഞാൻ ഭക്തിഗാനാണോ പാടണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അല്ല, ദൈവത്തിന് വേണ്ടി ഒരു ആലയം നിർമ്മിക്കുക, അങ്ങനെ അർത്ഥം വരുന്ന രീതിയിലുള്ളൊരു പാട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊക്കെ ഇപ്പോൾ 10-25 പാട്ടൊക്കെ കിട്ടും, പക്ഷേ ദൈവത്തിന് വേണ്ടി ആലയം നിർമ്മിക്കുക എന്ന് അർത്ഥം വരുന്ന പോലത്തെ വരികൾ അടങ്ങിയ പാട്ട് അതെനിക്ക് കിട്ടില്ല. സാരില്ല, അറിയുന്ന പാട്ട് അവിടെ സ്റ്റുഡിയോയിൽ പോയിട്ട് അവിടെ പിള്ളേരുണ്ട്, 1-2 പിള്ളേരുണ്ട്, അവരുടെ അടുത്തൊന്ന് മൊബൈലിൽ പാടി അവിടെ നിന്ന് കൊടുത്തോളാൻ പറഞ്ഞു. ധ്യാനം കഴിഞ്ഞ് ഇങ്ങോട്ട് വീട്ടിലേക്ക് ഞാൻ ഹസ്ബൻഡും പോരുമോ. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, ഞാൻ അങ്ങനെ സ്റ്റുഡിയോയിൽ അവിടെ പോയി ഒരു പാട്ട് ഞാൻ പള്ളിയിൽ കുർബാനയ്ക്കൊക്കെ കൊടുക്കുന്ന നേരത്ത് കുറേ കാലം മുന്നൊക്കെ ഞാൻ ഇട ദിവസങ്ങളിൽ പാടാറുണ്ട്. അങ്ങനെ ഒരു പാട്ട് ഞാൻ പാടി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഇന്ന പാട്ട് പാടിയെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ദൈവത്തിൻ്റെ ആലയം നിർമ്മിക്കുക എന്നുള്ള അർത്ഥമൊന്നുമില്ല, അത് ഞാൻ അപ്പോൾ പറഞ്ഞു അത് പിന്നെ പാടിയിട്ട് നമ്പർ തന്നു സ്റ്റുഡിയോയിലത്തെ, ആ പിള്ളേർക്ക് ഒന്ന് കേൾപ്പിച്ചാൽ മതി, പാടിയിട്ട് മൊബൈലിൽ വിട്ടാൽ മതി എന്ന് അച്ഛൻ പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം എന്നോട് ഞാനും ഹസ്ബൻഡും ആകെ ഒരു ധ്യാനം അവിടെ കൂടിയിട്ട് തിരിച്ചു വരുമ്പോൾ അങ്ങനെ ആവശ്യപ്പെട്ടു, അങ്ങനെ പറഞ്ഞു. ബെന്നിച്ചനെ കാണാൻ തന്നെ കാരണം രണ്ടച്ഛന്മാരെ സ്പോൺസർ ചെയ്ത കാര്യം വേണ്ടി സംസാരിക്കാനായിട്ടും ചെന്നപ്പോഴാണ്. അതുപോലെ തന്നെ അവിടെ കുറേ രോഗികളെ ശുശ്രൂഷിക്കുന്ന സ്ഥലമുണ്ട് അവിടെ ഗാഗുൽത്ത ധ്യാനകേന്ദ്രത്തിൻ്റെ അവിടെ. അപ്പോൾ ചേട്ടൻ അവിടേക്ക് എന്തോ ഒരു സഹായം കൊടുത്തു. പിന്നെ അച്ഛന്മാരെ 2 പേരെ സ്പോൺസർ ചെയ്യുന്ന ഒരു ഇതും കാൽവരി കപ്പുച്ചൻ ഇതിൽ ചെയ്തു. അങ്ങനെയാണ് സംസാരിക്കാനും ഈ പാട്ടിനെ പറ്റി ബെന്നിച്ചൻ ഡയറക്ടർ അച്ഛനോടത്തെ ബെന്നിച്ചൻ സംസാരിച്ചതും. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എന്നോട് സ്റ്റുഡിയോയിലേക്ക് കേൾപ്പിക്കാനാണല്ലോ പറഞ്ഞിരുന്നത്. ഈ വീട്ടിൽ വന്നിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇങ്ങനെയാണ് പാട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന പോലെ ഒരു പാട്ട് പാടി ദൈവത്തിന് ആലയം ഈ സ്റ്റുഡിയോയിലേക്ക് മൊബൈലിൽ വിടാനായിട്ട് എങ്ങനെയാണ് എനിക്ക് പറ്റുക? അങ്ങനെയെല്ലാം ഞാൻ ചിന്തിച്ച് അന്ന് വീട്ടിലെത്തി. ഞാൻ ഉച്ചരിഞ്ഞത്തെ കുർബാന 5 മണിക്ക് നെല്ലിക്കുന്നത്ത് പള്ളിയിൽ പോയപ്പോൾ കുർബാനയിൽ ഞാൻ ഇതന്നെയാണ് ആൾത്താരമ്മയ്ക്ക് നോക്കി ഞാൻ എങ്ങനെയാണ് പാടുക, എന്ത് പാട്ടാ അച്ഛൻ പറഞ്ഞ നിലയ്ക്ക് ഇനി വിടണ്ടേ, എങ്ങനെയാണ് അതിൻ്റെ വരികൾ വരണ്ടേ, അങ്ങനെയെല്ലാം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പള്ളിയകത്ത് കുർബാന നടക്കുമ്പോൾ. അത് കഴിഞ്ഞ് വീട്ടിലെത്തി ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞില്ല. അപ്പോഴൊക്കെ എനിക്ക് ആ ബെന്നിച്ചൻ പറഞ്ഞ പോലെയുള്ള ആലയം പണിയുക എന്നുള്ള ഒരു വാക്കിന് മീനിങ്ങിനുള്ള ഒരു പാട്ട് പുസ്തകം എടുത്തു, ഡയറിയും പാൻ എടുത്തു. എനിക്കിങ്ങനെ എഴുതാൻ തോന്നിച്ചു തുടങ്ങി. ഞാൻ എഴുതി തുടങ്ങി. 1 മണിക്കൂർ കഷ്ടി എടുത്തിട്ടുണ്ടാവുള്ളൂ, പാട്ട് റെഡിയായി. അന്ന് തന്നെ ആ സ്റ്റുഡിയോയിലത്തെ അപ്പം തന്നെ ഒരു
9 മണിയായി ഉണ്ടാവും. അപ്പോൾ ഇത് കിട്ടിയില്ല അവിടേക്ക് വിളിച്ചിട്ട് മൊബൈലിൽ പാടാനായിട്ട് സ്റ്റുഡിയോയിലത്തെ നമ്പറിൽ. പിറ്റേ ദിവസം തന്നെ വേഗം ഈ പാട്ട് പാടി. എനിക്കതൊരു അതിശയം പോലെ തോന്നി. നല്ലൊരു അർത്ഥമുള്ള പാട്ട്. പള്ളിയകത്ത് കുർബാന നടക്കുമ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഈശോ തന്നെ എനിക്ക് തന്ന പോലെയുണ്ട് ഏതാണ്ട്. അത് ആ പാട്ടാണ് ഈ ഞാനിപ്പോൾ ഇവിടെ പാടുന്നത്. 4-5 വരി. അപ്പം എന്നോട് പറഞ്ഞു അഭിഷേകാഗ്നി TV ചാനൽ തുടങ്ങുന്നുണ്ട്, അപ്പോൾ അതിലേക്ക് പറ്റുകയാണെങ്കിൽ എടുക്കാം അങ്ങനെയും പറഞ്ഞു. പക്ഷെ അത് എടുത്തിട്ടുണ്ടോ എടുത്തില്ല എനിക്കതൊന്നും അറിയില്ല. ഞാൻ അതിനെപ്പറ്റി ചോദിക്കുക ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ പിറ്റേ ദിവസം പാട്ട് പാടി സ്റ്റുഡിയോയിലത്തെ എനിക്ക് ഓർമ്മയൊന്നുമില്ല പയ്യനെ അവിടുത്തെ അതിലേക്ക് വിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എടുത്തില്ല അതൊന്നും എനിക്കറിയില്ല. ഇതാണ് പാട്ട്. എൻ്റെ ആലയം ഒരുക്കുവാൻ ഒരു കല്ല് പോലും വിലയ്ക്കു വേണ്ട, ഓരോ കല്ലും യാചിക്കുവാൻ മനസ്സിൻ്റെ കരുണയാണ്. കരുണയിൽ നിന്നും ആലയമുയരാൻ ആഹ്ലാദമേ ആനന്ദമേ. ചന്തമില്ലാത്ത കല്ലിനെയെല്ലാം ചന്തമായി മാറ്റിടുവാൻ ചന്തമേറിയ മനസ്സിനുടമയും ഹൃദയവുമുണ്ടെങ്കിൽ ആഹാ എത്ര മനോഹരമേ, ആഹാ എത്ര മനോഹരമേ. ഈ കല്ലാണ് മനസ്സിൻ്റെ മൂലക്കല്ലായി മാറുന്നത്. ഈ കല്ലാണ് മനസ്സിൻ്റെ മൂലക്കല്ലായി മാറുന്നത്. സ്നേഹം കൊണ്ട് ഭിത്തിയും ഹൃദയം കൊണ്ട് ജാലകവും പൊട്ടിച്ചിരിയുടെ പൂക്കാലവും മെഴുകുതിരിയുടെ സങ്കടവും. എൻ്റെ ആലയം ഒരുക്കുവാൻ ഒരു കല്ലു പോലും വിലയ്ക്കു വേണ്ട, ഓരോ കല്ലും യാചിക്കുവാൻ മനസ്സിൻ്റെ കരുണയാണ്. മനസ്സിൻ്റെ കരുണയാണ്. മനസ്സിൻ്റെ കരുണയാണ്. ഇതാണ് പാട്ട്. അതുപോലെ തന്നെ ഞാൻ പണ്ട് എഴുതി വെച്ചിട്ടുള്ള ഒരു സന്ദേശം, കരുണാർദ്ര ഹൃദയമുള്ള ഒരു ജീവിത സഖിക്ക് നന്മയ്ക്ക് പകരം നന്മയും സ്നേഹത്തിന് പകരം സ്നേഹവും നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അല്പം പോലും നീതീകരണമില്ല. നിങ്ങളുടെ ഭോഗാസക്തിയെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. പലപ്പോഴും അത് തങ്ങളെ വേശ്യകളെ പോലെയാക്കി കപടത നിറഞ്ഞ ദുഷ്ട സ്ത്രീകളാക്കുന്നുണ്ട്. ദൈവദൂതന്മാരെ പോലെ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ ചുറ്റും നിൽക്കുന്ന കുടുംബമാകുന്ന അൾത്താരയെയാണ് നിങ്ങൾ ഇപ്രകാരം മലിനമാക്കുന്നത്. എന്നാൽ എൻ്റെ അൾത്താരയുടെ മുൻപിൽ നിങ്ങൾ ചെയ്ത സ്നേഹ ഉടമ്പടിയുടെ ലംഘനത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. കാമാസക്തിയോടെ ഒരു സ്ത്രീയെ നോക്കുന്നവൻ അവൻ്റെ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്യുന്നു എന്ന് ശരി. ഞാൻ വീണ്ടും പറഞ്ഞു, വിവാഹമോചന പത്രിക നൽകി തൻ്റെ ഭാര്യയെ പരിത്യജിക്കുന്നവൻ അവളെ വ്യഭിചാരത്തിലേക്ക് തുറന്നുവിടുകയാണ് ചെയ്യുക. എന്നാൽ ഇന്ന് അനവധി
ഇന്ന് അനവധി ഭാര്യമാർ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് അപരിചിതരാണ്. അതിനാൽ ഞാൻ പറയുന്നു, തങ്ങളുടെ ജീവിത സഖികളെ ആത്മാവും മനസ്സും ശരീരവും കൊണ്ട് സ്നേഹിക്കാത്തവർ അവരെ വ്യഭിചാരത്തിന് പ്രേരിപ്പിക്കുകയാണ് ചെയ്യുക. ഇപ്രകാരമുള്ള ഭർത്താക്കന്മാരോട് വ്യഭിചാരം ചെയ്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കും. ഭാര്യമാരോട് ഇതേ ചോദ്യം ഞാൻ ചോദിക്കും. കാരണം അവർ വ്യഭിചാരം ചെയ്തില്ലെങ്കിലും അതിന് കാരണക്കാരാകുന്ന ദൈവകൽപ്പനയെ അതിൻ്റെ ആഴത്തിലും വ്യാപ്തിയിലും മനസ്സിലാക്കുകയും ആത്മാർത്ഥമായി അത് അനുസരിച്ച് ജീവിക്കുകയും വേണം. ദൈവം വിളിച്ചു നിയോഗിച്ചു നിങ്ങളെ, ആത്മാവിൽ ധന്യരായി തീർത്തു. കർത്താവിൻ മനസ്സിൻ അനുരൂപരാകുവിൻ, ദിവ്യമാം സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ദിവ്യമാം സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെന്നപ്പോൾ ഭർത്താക്കന്മാർക്കെന്നും കീഴ്പ്പെടുവിൻ. സ്വന്തം ഗീതം മാത്രം നേടാൻ ശ്രമിക്കാതെ നിർമ്മല സ്നേഹം കൊടുത്തിടുവിൻ. നിർമ്മല സ്നേഹം കൊടുത്തിടുവിൻ. ഭർത്താക്കന്മാരെ നാഥനാം യേശുവിൻ മാതൃക നിങ്ങളും പിൻചൊല്ലുവിൻ. മാതൃക നിങ്ങളും പിൻചൊല്ലുവിൻ. ജീവൻ ത്യജിക്കുന്ന ശ്രേഷ്ഠമാം സ്നേഹത്താൽ ഭാര്യമാരെ നിങ്ങൾ സ്നേഹിക്കുവിൻ. ഭാര്യമാരെ നിങ്ങൾ സ്നേഹിക്കുവിൻ. അപ്പനും അമ്മയും മക്കളുമെല്ലാം ഒന്നിച്ച് വാഴുന്ന ഗേഹം, ഈ ഗേഹമല്ല മണ്ണിലെ സ്വർഗം, ഈശ്വരൻ വാഴുന്ന ഗേഹം. ഈശ്വരൻ വാഴുന്ന ഗേഹം. അച്ഛൻ വീടിന് മാർഗം, അമ്മ വീടിന് ദീപം. അച്ഛനും അമ്മയും പകലന്തിയോളം വേല ചെയ്യുന്നത് ആർക്കു വേണ്ടി? വേല ചെയ്യുന്നത് ആർക്കു വേണ്ടി? മക്കളെ നിങ്ങളും മാതാപിതാക്കളെ സന്തോഷത്തോടെ അനുസരിപ്പിൻ. സന്തോഷത്തോടെ അനുസരിപ്പിൻ. അച്ഛനും അമ്മയ്ക്കും വാശി, അച്ഛനും മക്കൾക്കും വാശി. വാശിയും വൈരവും എല്ലാം മറന്ന് യേശുവിലൊന്നായി ചേരാം. യേശുവിലൊന്നായി ചേരാം. മക്കളെ നിങ്ങളും മാതാപിതാക്കളെ സന്തോഷത്തോടെ അനുസരിപ്പിൻ. മാതാപിതാക്കളും മക്കളും ഒന്നാകും സൽകുടുംബമല്ലോ ദേവാലയം. സൽകുടുംബമല്ലോ ദേവാലയം. സൽകുടുംബമല്ലോ ദേവാലയം. സൽകുടുംബമല്ലോ ദേവാലയം. 1 കൊറിന്തോസ് 15-ാം അധ്യായം 50 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ.
സഹോദരെ, ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ലെന്നും നശ്വരമായാൽ അനശ്വരമായതിനെ അവകാശപ്പെടുത്തുകയില്ലെന്നും ഞാൻ പറയുന്നു. ഇതാ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയുന്നു. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയ്ക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്തെന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും. നശ്വരമായത് അനശ്വരവും മർത്യമായത് അമർത്യവും ആകേണ്ടിയിരിക്കുന്നു. അങ്ങനെ നശ്വരമായത് അനശ്വരതയും മർത്യമായത് അമർത്യതയും പ്രാപിച്ചു കഴിയുമ്പോൾ മരണത്തെ വിജയം ഗ്രസിച്ചു എന്നെഴുതപ്പെട്ടത് യാഥാർത്ഥ്യമാകും. മരണമേ, നിന്റെ വിജയം എവിടെ? മരണമേ, നിന്റെ ദംശമനം എവിടെ? മരണമേ, നിന്റെ വിജയം എവിടെ? മരണമേ, നിന്റെ ദംശനം എവിടെ? നിന്റെ ദംശനം എവിടെ? മരണമേ, നിന്റെ ദംശനം എവിടെ? മരണമേ, നിന്റെ വിജയം എവിടെ? മരണത്തിന്റെ ദംശനം പാപവും പാപത്തിന്റെ ശക്തി നിയമവുമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. അതിനാൽ എൻ്റെ വത്സല സഹോദരരെ, കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തയും അചഞ്ചലവുമായിരിക്കുവിൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ എന്നും ഇവിടെ മെഴുകുതിരി കത്തിച്ച് വചനം വായിക്കാറുണ്ട്. ഇന്നലെ എൻ്റെ പേരക്കുട്ടി, 6 വയസ്സായ പേരക്കുട്ടി വന്നോണം വന്ന് ഈ മെഴുകുതിരി സ്റ്റാൻഡ് കണ്ട വഴിക്ക് വേഗം തോട്ടത്തിൽ പോയി പൂ പൊട്ടിച്ചു. അത്ര റോസപ്പൂന്നല്ല, അവൾക്ക് കയ്യെത്ര വിധത്തിൽ എൻ്റെ 3ാമത്തെ പേരക്കുട്ടി പൂ പൊട്ടിച്ചു കൊണ്ടുവന്ന് വേഗം ഈ മെഴുകുതിരി കാലിൻ്റെ അവിടെ കൊണ്ട് നിക്ഷേപിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ അമ്മമ്മ ഇനി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ആ പൂവ് അവിടെ നിന്ന് എടുത്ത് മാറ്റിയാൽ മതി. ശരി മോളെ, അങ്ങനെ തന്നെ ചെയ്യാം. മെഴുകുതിരി കാലിൻ്റെ താഴെയാണ് ഇട്ടിരിക്കുന്നത് പൂവ്. ഞാൻ ആലോചിക്കുകയാണ്, മാതാപിതാക്കൾ എപ്പോഴും മക്കൾക്ക് ഒരു നല്ല മാതൃക, മക്കൾക്കായാലും പേരക്കുട്ടികൾക്കായാലും വലിയ കാര്യമുള്ള മാതൃകയല്ലെങ്കിലും കൊച്ചു മാതൃകകൾ ദൈവത്തിന് വേണ്ടി പേരക്കുട്ടികൾക്കും മക്കൾക്കും ഒക്കെ കാണിച്ചു കൊടുത്ത് അവരുടെ മനസ്സിനെ ഉണർവും ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന വിധത്തിൽ പെരുമാറാനും ദൈവത്തിന് ഏതാണ് ഇഷ്ടമെന്ന് ചിന്തിക്കാനുമുള്ള ഒരു മാതൃക നമ്മൾ തന്നെ, അവർ വളർന്നു കൊണ്ടുവരുന്ന സമയത്ത് തന്നെ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യണം. അല്ലെങ്കിൽ ആ കൊച്ചുകുട്ടിക്ക് എന്നോടിത് പറയാനും, അമ്മമ്മ പ്രാർത്ഥിച്ച് സംസാരിക്കുമ്പോൾ ഈ പൂവ് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ദൈവത്തിന് നല്ല ഇഷ്ടമാവും. അത് ശരിയാ മോളെ, മെഴുകുതിരി കാലിൻ്റെ അവിടെയൊന്ന് മാത്രം. എല്ലാവർക്കും നല്ലത് വരട്ടെ പ്രാർത്ഥിക്കുന്നു.